എന്നു മുതലാണ് മനുഷ്യൻ ലഹരി ഉപയോഗം തുടങ്ങിയത് എന്നതിന് കൃത്യമായ തെളിവൊന്നുമില്ല. ഇരതേടലിനിടയിൽ എപ്പോഴെങ്കിലും അവിചാരിതമായി കിട്ടിയ ഏതെങ്കിലും പഴത്തിൻ്റെ പുളിച്ച ചാറിൽ നിന്നായിരിക്കണം അതിൻ്റെ തുടക്കം. അതുവരെ അവൻ അറിഞ്ഞിട്ടില്ലാത്ത മധുരതരമായ ഒരു അനുഭൂതി അതിനെ വീണ്ടും ആശ്രയിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളാകാം മദ്യമെന്ന ലഹരി നിർമ്മിക്കാൻ കാരണമായതും. ഇത് പക്ഷേ പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല. പല പല നൂറ്റാണ്ടുകളിലൂടെ, ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയുമാകാം അവൻ അതിൻ്റെ നിർമ്മാണ രീതി ശീലിച്ചത്. എന്തായാലും പഴച്ചാറ് പുളിപ്പിച്ച് വൈൻ എന്ന ലഹരി വസ്തു ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഇതൊക്കെ പൗരാണിക കാലത്ത് സമ്പന്ന വർഗ്ഗങ്ങളുടെയോ അധികാരവർഗ്ഗങ്ങളുടെയോ കുത്തകയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള തെളിവുകൾ. ഒരുപക്ഷെ താഴേക്കിടയിലെ സാധാരണ മനുഷ്യരിലും ഇതിനൊക്കെ പ്രചാരം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ രേഖപ്പെടുത്തപ്പെട്ട തെളിവുകളൊക്കെ തന്നെ സമ്പന്ന വിഭാഗത്തിൻ്റേതാണ്. ഈ അടുത്ത കാലത്ത് ഗവേഷകർ ഒരു ശവക്കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ പൗരാണിക വീഞ്ഞിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമസ്കാരം. ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈജിപ്തിലെ പുരാവസ്തു ഗവേഷകർ അബിഡോസിലെ രാജ്ഞി മെററ്റ് നീത്തിൻ്റെ ശവകുടീരത്തിൽ നിന്ന് 5000 വർഷം പഴക്കമുള്ള വീഞ്ഞു ഭരണികളുടെ ഒരു ശേഖരം കണ്ടെത്തി. അവയിൽ പലതും ഇപ്പോഴും മുദ്ര വച്ച നിലയിലാണ്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യകാല വൈൻ നിർമ്മാണവുമായി നേരിട്ടുള്ള ഏറ്റവും പഴയ ബന്ധമാണ് ഈ അസാധാരണ കണ്ടെത്തലിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. വിയന്ന സർവകലാശാലയിലെ ക്രിസ്ത്യാന കോഹ്ലറുടെ നേതൃത്വത്തിൽ പുരാതന ഈജിപ്തുകാർ വീഞ്ഞ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾക്ക് ഈ ഖനനം ഉപകാരപ്പെട്ടു. കേടുകൂടാത്ത മുന്തിരിയും സ്റ്റോപ്പറുകളും ഉപയോഗിച്ച് ആചാരപരമായ പാനീയത്തിൽ നിന്ന് ആഗോള വ്യവസായത്തിലേക്കുള്ള വീഞ്ഞിൻ്റെ പരിണാമം കണ്ടെത്താനും ഇത് കാരണമായി. അതുപോലെ തന്നെ ഇത് ആധുനിക വൈൻ നിർമ്മാണ സാങ്കേതിക വിദ്യകളെ സ്വാധീനിക്കുകയും പുരാതന സംസ്കരണം, വ്യാപാരം, അതിൻ്റെ ശാസ്ത്രീയത എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. BC 3000 ഭരിച്ചിരുന്നതായി കരുതപ്പെടുന്ന ശക്തമായ രാജകീയ വ്യക്തിത്വമായ ക്വീൻ മെററ്റ് നീത്തിൻ്റെ ശ്മശാന സമുച്ചയത്തിൽ നിന്നാണ് ഈ ഭരണികൾ കണ്ടെത്തിയത്. പുരാവസ്തു ഗവേഷകർ 100 കണക്കിന് വീഞ്ഞ പാത്രങ്ങളാണ് കണ്ടെത്തിയത്. അവയിൽ പലതും സംസ്കരിച്ചതിന് ശേഷം തൊടാൻ പാടില്ലാത്തവയാണ്. ചിലത് ഇപ്പോഴും യഥാർത്ഥ സ്റ്റോപ്പറുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുന്നു. സംരക്ഷിത മുന്തിരി വീഞ്ഞുകൾക്കൊപ്പം ഭരണികളുടെ പ്രാകൃതമായ അവസ്ഥ ഇതിനെ അപൂർവവും ശാസ്ത്രീയവുമായി വിലപ്പെട്ടതുമായ ഒരു കണ്ടെത്തലാക്കി മാറ്റി. നിരവധി ലിഖിതങ്ങളും കൊട്ടാരത്തിലെ ഉൾപ്പെടെ ശവകുടീരത്തിൻ്റെ പശ്ചാത്തലം വീഞ്ഞിന് കാര്യമായ ആചാരപരമായ മൂല്യം ഉണ്ടായിരുന്നുവെന്നും ഈജിപ്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് വിപുലമായ ശവസംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിരുന്നിരിക്കാമെന്നും സൂചിപ്പിക്കുന്നതാണ്. മുന്തിരിയുടെ ഇനം, ഫെർമെൻറ്റേഷൻ രീതികൾ, ഉപയോഗിച്ചിരുന്ന അഡിറ്റീവുകൾ എന്നിവ ഉൾപ്പെടെ പുരാതന വീഞ്ഞിൻ്റെ ഘടന ജാറുകളുടെ രാസ വിശകലനത്തിൽ വെളിപ്പെടുമെന്നാണ് കരുതുന്നത്. പുരാതന കാലത്ത് വീഞ്ഞ് എങ്ങനെ നിർമ്മിച്ച് സൂക്ഷിച്ചു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഇത് പുനർനിർമ്മിക്കുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. സംരക്ഷിത മുന്തിരിയുടെ കുരുക്കൾ ഗവേഷകർക്ക് ആദ്യകാല വൈറ്റിക്കൾച്ചർ പഠിക്കാനും ആധുനിക മുന്തിരി ഇനങ്ങളുമായുള്ള ജനിതക ബന്ധം കണ്ടെത്താനും ഉപകരിക്കും. സീൽ ചെയ്ത പാത്രങ്ങളുടെ ഉപയോഗം സൂചിപ്പിക്കുന്നത് പുരാതന ഈജിപ്തുകാർ വീഞ്ഞിൻ്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനുള്ള രീതികൾ വികസിപ്പിച്ചെടുത്തിരുന്നു എന്നാണ്. ഒരു രാജകീയ ശവകുടീരത്തിൽ വീഞ്ഞു പാത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യകാല ഈജിപ്ഷ്യൻ സമൂഹത്തിൽ വീഞ്ഞിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ്. വീഞ്ഞൊരു പാനീയം മാത്രമല്ല, പദവിയുടെ പ്രതീകവും മതപരവും ശവസംസ്കാരപരവുമായ ആചാരങ്ങളിലെ ഒരു പ്രധാന ഘടകവുമായിരുന്നു അവർക്ക്. സഹസ്രാബ്ദങ്ങളായി വീഞ്ഞ് സംരക്ഷിക്കാനുള്ള ശ്രമം ജീവിതത്തിനും മരണത്തിലുമുള്ള അതിൻ്റെ മൂല്യത്തെയാണ് കാണിക്കുന്നത്. പുരാതന നാഗരികതകൾ വീഞ്ഞിനെ ഒരു ചരക്കിനേക്കാൾ കൂടുതലായി കണ്ടിരുന്നു എന്നതിന് ഈ കണ്ടെത്തലുകൾ തെളിവുകൾക്ക് ആക്കം കൂട്ടുന്നു.
അതൊരു ആചാരപരമായ വസ്തുവും നയതന്ത്ര സമ്മാനവും ഒരുപക്ഷെ ഒരു നാണയ രൂപവുമായിരുന്നു. ഈ കണ്ടെത്തൽ മേഖലയിലെ ആദ്യകാല വ്യാപാര ശൃംഖലകളിലേക്കും സാങ്കേതിക പുരോഗതിയിലേക്കും വെളിച്ചം വീശുന്നു. വീഞ്ഞ് നിർമ്മാണത്തിന് ഫെർമെൻറ്റേഷൻ, സംഭരണ സാങ്കേതിക വിദ്യകൾ, ആംഫോറ, സീലിംഗ് വസ്തുക്കൾ തുടങ്ങിയ പ്രത്യേക വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ആവശ്യമായിരുന്നു. ഈജിപ്തിൻ്റെ ആദ്യകാല രാജവംശ ഘട്ടത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആധുനികതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ആഗോള വൈൻ സംസ്കാരത്തിന് കാരണമായ മറ്റു പുരാതന പാരമ്പര്യങ്ങളെ സ്വാധീനിക്കുകയോ ലയിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് വീഞ്ഞും അതിൻ്റെ നിർമ്മാണവും മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ചിരിക്കാമെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആധുനിക ഇനോളജിസ്റ്റുകൾക്കും ബയോകെമിസ്റ്റുകൾക്കും സീൽ ചെയ്ത ജാറുകൾ ഒരു സവിശേഷ അവസരം നൽകുന്നു. അവശിഷ്ടങ്ങളും സൂക്ഷ്മ കണങ്ങളും വിശകലനം ചെയ്യുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് പുരാതന വൈൻ നിർമ്മാണ സാങ്കേതിക വിദ്യകളെ ഇന്നത്തെ രീതികളുമായി താരതമ്യം ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നഷ്ടപ്പെട്ട രീതികളോ ചേരുവകളോ വീണ്ടും കണ്ടെത്താനുമാകും. ഇത് ജൈവ പ്രകൃതിദത്ത വൈൻ ഉൽപ്പാദനത്തെ സഹായിച്ചേക്കാം. അവിടെ പരമ്പരാഗത രീതികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. വീഞ്ഞിൻ്റെ ഉത്ഭവം മനസ്സിലാക്കുന്നത് ഭൂതകാലത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ മുന്തിരി പ്രജനനത്തിനോ സംസ്കരിക്കൽ സാങ്കേതിക വിദ്യകൾക്കോ വഴിയൊരുക്കുക. മെററ്റ് നീത്ത് രാജ്ഞിയുടെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ 5000 വർഷം പഴക്കമുള്ള വീഞ്ഞു ഭരണികൾ ഒരു പുരാവസ്തു അത്ഭുതം മാത്രമല്ല, അവ പുരാതന ലോകത്തിനും ആധുനിക ലോകത്തിനും ഇടയിലുള്ള ഒരു പാലം കൂടിയാണ്. ഗവേഷണം തുടരുമ്പോൾ ഈ പാത്രങ്ങൾ വൈൻ നിർമ്മാണ ചരിത്രത്തിൻ്റെ ആദ്യകാല അധ്യായങ്ങൾ മാറ്റിയെഴുതിയേക്കാം. ആധുനിക വൈറ്റികൾച്ചറുമായി നമ്മൾ ബന്ധപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകൾക്കും പാരമ്പര്യങ്ങൾക്കും മുമ്പ് സങ്കല്പിച്ചതിലും വളരെ ആഴത്തിലുള്ള വേരുകളുണ്ടെന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. റോമൻ സംസ്കാരത്തിൽ വീഞ്ഞിന് സാമൂഹികവും ആത്മീയവുമായ മൂല്യമുണ്ടായിരുന്നു. മരണാനന്തര ജീവിതത്തിലേക്ക് മരിച്ചയാളെ അനുഗമിക്കുന്നതിനായി ശവകുടീരങ്ങളിൽ സാധാരണയായി അർപ്പിച്ചിരുന്ന ഒരു പ്രതീകാത്മക വഴിപാടായിരുന്നു ഇത്. പുരാവസ്തു ഗവേഷകനായ ജുവാൻ മാനുവൽ റോമൻ്റെ അഭിപ്രായത്തിൽ ദഹിപ്പിച്ച അവശിഷ്ടങ്ങൾക്കൊപ്പം വീഞ്ഞിൻ്റെ സാന്നിധ്യം റോമൻ ശവസംസ്കാര ചടങ്ങുകളിൽ വീഞ്ഞിന് നൽകിയിട്ടുള്ള ആചാരപരമായ പ്രാധാന്യത്തെ സ്ഥിരീകരിക്കുന്നതാണ്. പ്രതീകാത്മക വസ്തുക്കളിൽ അടങ്ങിയത് ഈ ശവസംസ്കാര പാത്രം മാത്രമായിരുന്നില്ല. മറ്റൊരു കലശത്തിൽ ഒരു സ്ത്രീയുടെ അവശിഷ്ടം, ആംബർ ആഭരണങ്ങൾ, പാച്ചൗളി എണ്ണ അടങ്ങിയ സുഗന്ധദ്രവ്യ പാത്രം, പട്ടുതുണി എന്നിവയും ഉണ്ടായിരുന്നു. ഈ വിശദാംശങ്ങൾ അക്കാലത്തെ ലിംഗഭേദത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങളെയും ശവസംസ്കാര രീതികളെയും വ്യക്തമാക്കുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സമൂഹത്തിലെ പദവിയും പങ്കും അടിസ്ഥാനമാക്കി വ്യത്യസ്തമായ ശവസംസ്കാര രീതികളാണ് അന്നുണ്ടായിരുന്നത്. പുരാതന റോമൻ വൈൻ സംസ്കാരത്തിലെ ലിംഗപരമായ വിവേചനങ്ങളിലേക്കും ഈ കണ്ടെത്തൽ വെളിച്ചം വീശുന്നു. എല്ലാ റോമൻ സാമൂഹിക വിഭാഗങ്ങളിലും വീഞ്ഞൊരു പ്രധാന ഭക്ഷണപാനീയമായിരുന്നെങ്കിലും അത് പ്രധാനമായും പുരുഷ ഉപഭോഗമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. സ്ത്രീകൾ, പ്രത്യേകിച്ച് ഉയർന്ന ക്ലാസ് വീടുകളിൽ പലപ്പോഴും വീഞ്ഞു കുടിക്കുന്നത് വിലക്കിയിരുന്നു എന്ന് മാത്രമല്ല, ചില മതപരമായ ആചാരങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. റോമൻ നിയമപ്രകാരം ഭർത്താവിന് വീഞ്ഞു കുടിക്കുന്നതിൻ്റെ പേരിൽ ഭാര്യയെ വിവാഹമോചനം ചെയ്യാനോ കൊല്ലാനോ പോലും അക്കാലത്ത് അധികാരമുണ്ടായിരുന്നു. എങ്കിലും സാമൂഹികമായി കൂടുതൽ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന മധുരമുള്ളതും വളരെ വീര്യം കുറഞ്ഞതുമായ ചിലതരം വീഞ്ഞ് സ്ത്രീകൾ കഴിച്ചിരിക്കാൻ ഇടയുണ്ടെന്ന് പുരാവസ്തു രേഖകൾ സൂചിപ്പിക്കുന്നു. സ്ത്രീ കലശത്തിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷ കലശത്തിൽ വീഞ്ഞ് ഉൾപ്പെടുത്തുന്നത് ഈ പുരാതന സാംസ്കാരിക മാനദണ്ഡങ്ങളെ പ്രതിഫലിപ്പിക്കുകയും റോമൻ പുരുഷാധിപത്യ സാമൂഹ്യ ഘടനകളുടെ ചരിത്രപരമായ ഒരു ചിത്രം നൽകുകയും ചെയ്യുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആധുനിക മനുഷ്യൻ്റെ പിറവിയോളം നീളുന്നതാണ് മനുഷ്യനും ലഹരി പാനീയങ്ങളുമായിട്ടുള്ള അവൻ്റെ ബന്ധം. ഏതാണ്ട് 73 വർഷത്തോളമായി മദ്യത്തിന് നിരോധനമുണ്ടായിരുന്ന സൗദി അറേബ്യ അതിൻ്റെ നിരോധനം നീക്കിയത് ഈ അടുത്ത ദിവസമാണ്. മദ്യത്തെ കെട്ടുകെട്ടിക്കാൻ ഒരുങ്ങിയവരൊക്കെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് മദ്യത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയ ചരിത്രമേയുള്ളൂ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അങ്ങനെയല്ലാതെ അത് വൃത്തിയായി ഉപയോഗിക്കുന്നതും ഒരു സംസ്കാരമാണ്. അപ്പോൾ വൈകിട്ടത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു നല്ല സംസ്കാരത്തിന് തുടക്കമാകാൻ കഴിയട്ടെ എന്ന ആശംസകളോടെ ഇന്ന് വിട പറയുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.